ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷർട്ടിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിട്ടുള്ള കറ മഷിയുടെയൊക്കെ കറ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു ഉടുപ്പിൽ പിടിച്ചിട്ടുള്ള ഒരു പെന്നിൻ്റെ കറയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഇളക്കി കളയാം എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഇതുപോലെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കളയാം കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഒരു പെർഫ്യൂം വേണം. നമുക്ക് ഏത് പെർഫ്യൂം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം അത് നല്ല പോലെ ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. ഇനി നല്ല പോലെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത് നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല പോലെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇളകി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ആ മഷി ഇങ്ങനെ ഇളകി വരും കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. ഇനി ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ്, അതായത് കോൾഗേറ്റ് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല പോലെ തന്നെ ആ ഒരു പെന്നിൻ്റെ കറയൊക്കെ പോയി കിട്ടുന്നുണ്ട്. നമുക്ക് സ്കെച്ച് പെന്ന് അതുപോലെ ഉള്ള കറകളൊക്കെ നമുക്ക് ഇത് വെച്ച് നീക്കം ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പോലെ അത് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തപ്പോൾ അത് ആ ഒരു കറ പോലും നമുക്ക് തീരെ കാണാൻ പോലും ഇല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.